ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല സുഹൃത്തുക്കളെ. ഉണ്ടാക്കപ്പെട്ട എക്സ്ട്രാ ഫിറ്റിങ്സുകൾ, വിദ്അത്തുകൾ, അനാചാരങ്ങൾ എത്രയാണ് നമ്മുടെ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. അതൊക്കെ ചില ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ സുഹൃത്തുക്കൾ ഓരൊക്കെ ധീരമായി മാറി നിൽക്കണം. ഇതൊക്കെ ഈ ആദർശത്തിച്ച് പോകണമെങ്കിൽ ചെറിയൊരു പ്രശ്നമല്ല. ആൾക്കാർ കളിയാക്കും. മുറിയം പേന്റ് നമ്മൾ കളിയാക്കും. മുറിയം പേന്റ്, ഈ മുറിയം പേന്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി എങ്ങനെ പറയണത്? റസൂലുള്ളാഹിന്റെ വസ്ത്രം അങ്ങനെയാണ്, ബൈനസാക്കാണ്. നെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നരകത്തിലാണ്. ഏതെങ്കിലും ഒരു വിശ്വാസി നരകത്തെ കുറിച്ച് ഏതെങ്കിലും വിശ്വാസി നെരിയാണിക്ക് താഴെ തുണി എടുക്കുമോ സുഹൃത്തുക്കളെ? അതപ്പോ മുജാഹിദാന്ന് അറിയാൻ ആൾക്കാർക്ക് അടയാളം. അത് മുജാഹിദാന്ന് അറിയാൻ അടയാള, മുസ്ലിമാണോ എന്ന് അറിയാൻ അടയാള സുഹൃത്തുക്കളെ. അത് മുജാഹിദാണോ എന്ന് അറിയാൻ അടയാളല്ല, അത് മുസ്ലിമാണോ എന്ന് അറിയാൻ അടയാളാണ്. മുസ്ലിമാണോ, ഒരു മുസ്ലിമായ പുരുഷനാണോ, അവന്റെ വസ്ത്രം നെരിയാണിക്ക് നേരെ മേലെ വേണം. അതതിന്റെ നിയമം. ചില ആൾക്കാർക്ക് താടിയാണ് പ്രശ്നം. ഒരു താടിക്ക് ഇത്ര വലിയ താടി വേണോ സുഹൃത്തുക്കളെ? നിങ്ങൾ അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ആരും മുഖത്തേക്ക് തന്നെ നോക്കണ്ട. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി ഇമാം തുർമുദിന്റെ ശമാഇൽ മുഹമ്മദിയ ഉണ്ട് ഹദീസ്. റസൂലുള്ളാഹിന്റെ നടത്തം, ആകാരം, സംസാരം, രൂപം, ചിരി, ചുണ്ട്, എല്ലാം, നെറ്റി എല്ലാം വിശദീകരിച്ച ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്, ഒരു ബാബുണ്ട്. ഒന്ന് എടുത്തു നോക്കും റസൂലുള്ളാഹിന്റെ താടി. ശരിക്കും ഇങ്ങനെ ഇതായിട്ടേ താടി ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ ശരിക്കും ആ വാഹനം പുറത്ത് തട്ടു, കുതിരപ്പുറത്തൊക്കെ ഇരിക്കണേ തട്ടു. മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ മഴ പെയ്തിട്ട് എന്ത് ചെയ്തു, ആ താടിയിലൂടെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് നെഞ്ചത്ത് കായുന്നതാണ്. സുഹൃത്തുക്കളെ, ആ മുഖം ഇഷ്ടമില്ലേ നമുക്ക്? ആ മുഖം ഇഷ്ടമില്ലേ നമുക്ക്? റസൂലുള്ളാഹിന്റെ മുഖം ഇഷ്ടമില്ലേ? റസൂലുള്ളാഹിന്റെ മുഖത്ത് താടിയുള്ളത് പോലെ ഒരു താടിയുമായി ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ ഭീകരനായിട്ടാണോ വിചാരിക്കുന്നത് സുഹൃത്തുക്കൾ? അതോ ലലാലത്തിലായവനെ കുറിച്ചാണോ വിചാരിക്കുന്നത്? വഴിവിടത്തിവനെ പോലെയാണോ വിചാരിക്കുന്നത്? നമുക്ക് എവിടെയോ പേച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ പഠിക്കണം, അറിയണം. നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതിനാ നിങ്ങളാരും മുജാഹിദാക്കാൻ. നമ്മളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ഇതെന്തോ ഒരു ഭീകര അവസ്ഥയാണെന്ന് വരുന്നത് സുഹൃത്തുക്കളെ. സ്വലാത്തിന് വലിയ കൊണ്ട് മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ സ്വലാത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിനെന്ത് ചെയ്യും, 10 ഇരട്ടി പ്രതിഫലം കിട്ടും. അപ്പൊ നമ്മളോട് എന്താ ഈ സ്വലാത്തിന്റെ അർത്ഥം? എന്താ ഈ സ്വലാത്തിന്റെ അർത്ഥം? സ്വലാത്ത് ജാതിയും സ്വലാത്ത് നഗറും ഒക്കെ പോണ ആളുകളുടെ വെച്ചു എന്താ ഈ സ്വലാത്തിന്റെ അർത്ഥം? സ്വലാത്ത് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അപ്പൊ നമുക്കും അള്ളാഹു അനുഗ്രഹം തരും. അതേതാ സ്വലാത്ത്? നിങ്ങൾ അത്തഹിയാത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്തില്ലേ, അതാണ് ഏറ്റവും മുന്തിയ സ്വലാത്ത്. മുന്തിയ സ്വലാത്താവുന്നതുകൊണ്ട് അത് നിസ്കാരത്തിൽ വെച്ചത്. ആ സ്വലാത്ത് നിസ്കാരത്തിൽ വെക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ ഏറ്റവും നല്ല സ്വലാത്ത് അതാണ്. അത് എപ്പോഴൊക്കെ ചൊല്ലേണ്ടത് സുഹൃത്തുക്കളെ? എപ്പോൾ ദുആ ഇറക്കുമ്പോഴും ആദ്യം സ്വലാത്ത് ചെല്ലണം. നിസ്കാരം പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലിയിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് പറയുന്നത്. രാവിലെയും വൈകുന്നേരത്തെ അദ്കാറുകളിൽ സ്വലാത്ത് ചെല്ലണം. ഏത് സമയത്ത് നമുക്ക് സ്വലാത്ത് ചെല്ലാം. അതിനെന്ത് ചെയ്യും, 10 അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. ഒരു പ്രശ്നമില്ല. പക്ഷെ സുഹൃത്തുക്കളെ, സ്വലാത്ത് ചെല്ലാനാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പിരിവിന്റെയോ ഒരു പെട്ടിന്റെയോ ഒന്നിന്റെയോ ആവശ്യമാണ്. അതൊക്കെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ആൾക്കാർ ചെല്ലുക, അത്ര ഉള്ളതിന്റെ കാര്യം. നമ്മൾ അതൊന്നും ചെല്ലാത്ത ആൾക്കാരൊക്കെ ചെല്ലും. പ്രാർത്ഥനയുള്ള ആൾക്കാരാണ്, ദുആ ഉള്ള ആൾക്കാരൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. അടിസ്ഥാന പ്രശ്നം തരങ്ങൾ തൗഹീദാണ്. അത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ മറ്റു മതസ്ഥർക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ ഏകദൈവ വിശ്വാസികൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പലതും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരാം. അതുകൊണ്ടാണ് എന്തിനറിയങ്ങൾ ഞാൻ അങ്ങനെ ഒരു ആശുപത്രിയുടെ മുന്നിൽ കണ്ട് ഒരു ബോർഡ് അപ്പോൾ ഇതേം തരങ്ങൾ കറുത്ത നൂല് ഇവിടെ വിൽക്കപ്പെടുന്നതാണ്. ഏതൊരു ഫാൻസിയാന്ന് തോന്നുന്നു, കറുത്ത നൂല്. അപ്പൊ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് എന്തിനാരെങ്കിൽ പ്രസവിച്ച കുട്ടിയേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഏറ്റവും കുട്ടിക്ക് അപകടമുള്ള സമയമാണ് ഈ ഗർഭപാത്രത്തിന്റെ ആ വെള്ളത്തിന്റെ ഉള്ളിൽ, ആ ബ്ലാഡറിന്റെ ഉള്ളിൽ കുട്ടി 9 മാസം കിടക്കുകയാണ്. അവിടേക്ക് വേണം ഓക്സിജൻ വരാൻ, അവിടേക്ക് വേണം ഭക്ഷണം വരാൻ. അപ്പൊ ഒരു നൂലുമില്ലല്ലോ കുട്ടിയുടെ കയ്യിൽ, ഒരു തകടുമില്ല. ആരെ കാത്തത് സുഹൃത്തുക്കളെ? പുറത്തേക്ക് വന്ന ബേജാറ്. അരയിലൊരു കയർ ചരടില്ലെങ്കിൽ അത് എവിടുന്ന് കിട്ടിയ സുഹൃത്തുക്കളെ? ആ ചരട് എവിടുന്ന് കിട്ടിയ? സഹാബത്തുനിന്ന് കിട്ടിയതാ. അത് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചാൽ നമുക്ക് മാത്രമാവില്ല ആ ചരട്. അത് വന്നൊരു സ്ഥലം ഉണ്ടാവും, ഒന്ന് അങ്ങോട്ട് തിരഞ്ഞാൽ മതി. ഞാനത് പറയണില്ല. എവിടുന്നാ കിട്ടിയത്? വീട് കൂടിയിരിക്കുമ്പോൾ പാല് കാച്ചു, എവിടുന്നാ കിട്ടിയത്? നമ്മൾ മാത്രമേ കാച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമാണ്. നമ്മളല്ലാത്തവരും കാച്ചിലുണ്ടെങ്കിൽ അത് എവിടുന്നോ നമുക്ക് വന്നതാണ്. ഒക്കെ ഒന്നും ഇങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയാൽ വ്യക്തമായി മനസ്സിലാവും. ഒന്നിലും ഒരു വിശദീകരണത്തിന് ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായി? ആൾക്കാർ പോയി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ പോയി എന്ത് പൂജ നടത്തിയാലും വിഷയം ശരിയായ മതി ഓർത്താണ് ഇപ്പോൾ ആൾക്കാർ എത്തി നിൽക്കണം. അവിടേക്ക് എത്തും സമൂഹം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദ് പ്രധാനമാണ്. ഇല്ലെങ്കിൽ ശഫാഅത്തും കൂടിയില്ല. റസൂലുള്ളാഹിന്റെ ശഫാഅത്തും അവസാനം കുറച്ചാൾ നരകത്തിൽ പോയാലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കുറച്ച് ആൾക്കാർ സ്വർഗത്തേക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട് വരും. ഓൽക്കും നിബന്ധന എന്താ? തൗഹീദ് വേണം. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. അതാണ് അതിന്റെ ഗൗരവകരമായ കാര്യം. എന്തപ്പോ ഇത് ശിർക്ക് വെറുതെ പറയല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ ഞാൻ എന്നോട് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ആളെ എങ്ങനെ എന്ത് വന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരും എന്നാ സുഹൃത്തുക്കളെ. ഈ കണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെന്താ? ഒരു ഭൗതികമായ കാരണങ്ങൾക്ക് അപ്പുറത്താണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ.
അള്ളാഹ് മരിച്ച ആൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ഫോൺ വിളിച്ചിട്ടോ കൈകൊണ്ട് കാരോടൊന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് കാര്യകാരണങ്ങൾക്കപ്പുറത്ത് ഭൗതികതകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും. അങ്ങനെ കഴിയണം പടച്ചോ മാത്രമാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളി, മരിച്ചവരെ കബർക്ക് പോയിക്കോളി, ഇവർക്ക് സലാം പറഞ്ഞോളി ഒക്കെ. പക്ഷെ മരിച്ച ഒരാളോട് നമ്മൾ ആവശ്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞത് അയാൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇനി അയാൾ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ശിർക്കാണ്. എന്തുകൊണ്ടാണ്? അയാൾക്ക് സഹായിക്കാൻ ഭൗതികമായ സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് അയാൾക്ക് സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയാനുള്ള കാരണം. കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞത് നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ പ്രസ്ഥാനത്തെ സ്വീകരിക്കാനോ പള്ളിക്ക് വരാനോ അല്ല. നമ്മൾ ഇനിയെങ്കിലും ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ നടന്നിട്ടെങ്കിലും ഇവിടെയൊക്കെ ഇതുമായി ജീവിക്കുന്ന ആൾക്കാർ നടന്നു പോകുമ്പോൾ ഓലൊക്കെ ഇസ്ലാം എന്ന് പോയി നമ്മുടെ കുടുംബക്കാരായിരിക്കും, അനുജനായിരിക്കും, ജ്യേഷ്ഠനായിരിക്കും, പഠിച്ചോൻ ഇവരൊക്കെ വഴിതെറ്റി പോയല്ലോ, പേച്ചു പോയല്ലോ, നരകത്തിലായി പോയല്ലോ, ഇനി മരിച്ച പോത്തിനെ കുഴിച്ചിടുന്ന മാതിരിയാണല്ലോ വാപ്പാനും ഉമ്മാനെയും കുഴിച്ചിടുക എന്നൊക്കെ മനസ്സിൽ വെച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മഹാസമ്മേളനത്തിന്റെ സമാപനത്തിൽ പറയാനുള്ള ഒരു കാരണം.